ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഇത് ചോക്ലേറ്റ് സോസും ബിസ്ക്കറ്റും ക്രീമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് സോസ് ഞാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൊക്കോ പൗഡറൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂണ് മൈദയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് അടിഞ്ഞ് വെക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടി നല്ലോണം ഒന്ന് അരിച്ചിട്ടെടുക്കണം. എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത ഷുഗർ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് കോഫീൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് ബിസ്ക്കറ്റ് പുഡിംഗ് അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം നമുക്ക് പാത്രത്തിലോട്ട് ചേർത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂണ് കോഫി പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോസ് പാനിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml അളവിലാണുള്ളത്. ഇതിലോട്ട് നമുക്ക് പാലൊന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്തിട്ട് ബട്ടർ ഒന്ന് പാലിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. ബട്ടർ കംപ്ലീറ്റ് മെൽറ്റാവട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് കട്ടൊന്നുമില്ലാതെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോലനാക്കി വെക്കാം. നല്ല മിക്സ് ആയതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയിട്ടെടുക്കണം. അപ്പോൾ നമ്മളൊരു സോസിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സോസ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി കുറുകി ഒന്ന് തിക്കായിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ സോസ് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോലാക്കി കൊടുക്കണം. അപ്പോൾ അധികം ഒന്ന് തിക്കാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒന്ന് ഈ സമയത്ത് തന്നെ നമുക്ക് 1 മിനിറ്റ് ഏകദേശം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ രീതിയിലാണ് നമുക്ക് സോസ് ഉണ്ടാവേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് അതവിടെ മാറ്റി വെക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗുഡ് ആൻഡ് കാഷ്യൂ ബിസ്ക്കറ്റാണ് എടുത്തത്. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫീൻ്റെ മിക്സില്ലേ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് ട്രേയിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കണേ അതിലോട്ട് നമുക്ക് വെച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ട്രേയിലൊന്ന് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് നല്ലോണം തന്നെ നമുക്ക് ബിസ്ക്കറ്റ് വെച്ചെടുത്തിട്ട് ഇതൊന്ന് ഫില്ലാക്കി എടുക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സോസ് അധികം ഒന്ന് ചൂടാറണ മുന്നേ തന്നെ നമുക്ക് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം ഒന്നും ചൂടാറേണ്ട ആവശ്യമില്ല. നമുക്ക് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഞാൻ 1 ലെയറും കൂടി ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ, തണുത്തിട്ടൊന്ന് സെറ്റാവട്ടെ. സെറ്റായതിനു ശേഷം നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ തന്നെ കുറച്ച് സമയമാകുമ്പോൾ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് സെറ്റായതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വെച്ചെടുക്കണം. ഇപ്പോൾ നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കോഫിയിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ലെയറും കൂടി ഞാൻ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. ഇത് സെറ്റാവുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടും.
ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കണം. നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാൻ ക്രീം വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാഷയാണ് എടുത്തത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു അളവിലാണ് കാണിക്കുന്നതുകൊണ്ടാണ് ഒരു പാക്കറ്റ് എടുത്തത്. ഇതിലോട്ട് 1/2 കപ്പ് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് സ്റ്റിഫ് പീക്ക് ആവണ വരെ നമുക്കിതൊന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഞാനെടുത്ത ട്രേ 1.5 ലിറ്ററിൻ്റെ ട്രേ ആണ്. അപ്പോൾ ചെറിയ ട്രേ ആണ്. അപ്പോൾ നിങ്ങളത് വലിയ സൈസ് ആണെങ്കിൽ 2 പാക്കറ്റൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വിപ്പാവണ വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് പൗഡർ നല്ലോണം വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ നല്ലൊരു ടെക്സ്ചറും നല്ല ടേസ്റ്റും കിട്ടും നമുക്ക് ഈ ക്രീം ഇതിലോട്ട് ചേർക്കുമ്പോൾ. വിപ്പിംഗ് പൗഡറിൽ ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിൽ ക്രീം ചേർക്കുന്നതുകൊണ്ട് ക്രീമിന് വേണ്ടിയിട്ടുള്ള ഷുഗറാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ക്രീം ചേർത്ത് കൊടുക്കണം. ക്രീം ചേർക്കുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ക്രീം ചേർക്കുന്ന സമയത്ത് ഷുഗർ ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനിതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വനില എസൻസ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച ഷുഗർ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ക്രീം ചേർക്കുന്ന സമയത്ത് ഷുഗറും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ക്രീം ചേർക്കണില്ലെങ്കിൽ 2 സാഷൻ്റെ പൗഡർ വിപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വലിയ ട്രേ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ക്രീം എടുക്കണം. ഇപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങനാണിത്. നമുക്ക് സോസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അധികം ഒന്നും ടൈം എടുക്കില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചിലോ സ്പൂണോ എന്താ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു നല്ലോണം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചിട്ട് സെർവ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് നല്ലോണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പുഡിങ്ങിൻ്റെ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ താഴെ തന്നെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ സെർവ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണിത്. ആ ചോക്ലേറ്റ് സോസും ബിസ്ക്കറ്റും ആ ക്രീമൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.